അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, ശുറൂത്തു സ്വൗമി, നോൻപിൻ്റെ ഷർത്തുകൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചെറിയൊരു പഠന ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കുന്നത്. ശുറൂത്തു സ്വൗമി, നോൻപിൻ്റെ ഷർത്തുകൾ, നോൻപിൻ്റെ നിബന്ധനകൾ. ശുറൂത്തു സ്വൗമി അർബഅത്തുൻ, നോൻപിൻ്റെ ഷർത്തുകൾ 4 അൽ ഇസ്ലാമു, മുസ്ലിമാകൽ. മുസ്ലിമായാൽ മാത്രമേ നോൻപ് ശരിയാവുകയുള്ളൂ. ചില അമുസ്ലിങ്ങൾ നോൻപനുഷ്ഠിക്കാറുണ്ട്. റമദാനിൽ 30 ദിവസവും നോൻപനുഷ്ഠിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും ഉണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, അല്ലാഹു തആല അവർക്ക് കൂലി കൊടുക്കുമോ? അല്ലാഹു തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമോ? ഇസ്ലാമികമായി പ്രാഥമിക വിജ്ഞാനം പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈമാനില്ലാതെ നോൻപനുഷ്ഠിച്ചാലും സകാത്ത് കൊടുത്താലും നിസ്കരിച്ചാലും ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള ഷർത്താണ് മുസ്ലിമായിരിക്കുക എന്നത്. അമുസ്ലിങ്ങൾ റമദാനിൽ നോൻപനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുന്നില്ല. അവരനുഷ്ഠിക്കുകയാണെങ്കിൽ അനുഷ്ഠിച്ചോട്ടെ. എന്നാൽ അമുസ്ലിങ്ങൾ റമദാനിൽ നോൻപനുഷ്ഠിച്ചതിൻ്റെ പേരിൽ അവർക്ക് പരലോകത്ത് ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല. എന്നാൽ അവർ നോൻപനുഷ്ഠിക്കുന്നതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ട. കാരണം ആ നോൻപനുഷ്ഠിക്കുന്നതിൽ റമദാനിനെ ബഹുമാനിക്കലുണ്ടല്ലോ. റമദാനിനെ ബഹുമാനിച്ചത് കാരണത്താൽ ഭാവിയിൽ ആ അമുസ്ലിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയേക്കാം. ഭാവിയിൽ മുസ്ലിങ്ങളാകാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു നൽകിയേക്കാം റമദാനിനെ ബഹുമാനിച്ചത് കാരണത്താൽ. അതുകൊണ്ട് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തണ്ട, പ്രോത്സാഹിപ്പിക്കാം, അതിന് വിരോധമില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ആകാത്ത കാലത്തോളം നിസ്കാരമോ സകാത്തോ നോൻപോ ഹജ്ജോ ഉംറയോ മറ്റു ഇബാദത്തോ ശരിയാവുകയില്ല, അല്ലാഹു തആല സ്വീകരിക്കുകയും ഇല്ല. വന്നഖാഉ, ശുദ്ധിയും. ശുദ്ധി ഉണ്ടായിരിക്കൽ നോൻപ് ശരിയാകാനുള്ള ഷർത്താണ്. ആർത്തവമുള്ളപ്പോൾ നോൻപനുഷ്ഠിച്ചാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. പ്രസവരക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നോൻപനുഷ്ഠിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല.
ആർത്തവകാരിയുടെയും പ്രസവരക്തകാരിയുടെയും നോൻപ് ശരിയാവുകയില്ല. അപ്പോൾ ഒരു സംശയം, ജനാപത്തുകാരന്റെ അല്ലെങ്കിൽ ജനാപത്തുകാരിയുടെ നോൻപ് ശരിയാകുമോ? ശരിയാകും. നിസ്കരിക്കാൻ സമയമായാൽ കുളിക്കണം, അല്ലെങ്കിൽ നിസ്കാരം നിർവഹിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ നിസ്കാരം ഖളാ ആക്കിയതിന്റെ പേരിൽ വലിയ ശിക്ഷ ഉണ്ടാവും. എന്നാൽ ജനാപത്തോടുകൂടെ പുരുഷനോ സ്ത്രീയോ നപുംസകമോ നോൻപനുഷ്ഠിച്ചാൽ ആ നോൻപ് ശരിയാകും. അപ്പോൾ വേറൊരു സംശയം, ജനാപത്ത് എന്നത് അശുദ്ധിയല്ലേ? ജനാപത്ത് അശുദ്ധിയാണ്. എന്നാലും ജനാപത്തോടുകൂടെ നോൻപിലേക്ക് പ്രവേശിക്കൽ നോൻപ് ശരിയാകുന്നതിന് തടസ്സമല്ല. എന്നാൽ നോൻപിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ജനാപത്ത് കുളി നിർവഹിച്ച് ശുദ്ധി വരുത്തൽ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ സുന്നത്താണ്. അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. പറഞ്ഞതിന്റെ ചുരുക്കം, ജനാപത്ത് ഉണ്ടാവുക എന്നത് നോൻപ് ശരിയാകുന്നതിന് തടസ്സമല്ല. ഇവിടെ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ വിശദീകരണങ്ങൾ വരും. എന്നാൽ ആർത്തവം ഉണ്ടാവുക എന്നതും പ്രസവരക്തം പുറപ്പെടുക എന്നതും നോൻപ് ശരിയാകുന്നതിന് തടസ്സമാണ്. ആർത്തവകാരി നോൻപനുഷ്ഠിക്കാൻ പാടില്ല. നോൻപനുഷ്ഠിച്ച സ്ത്രീക്ക് സുബ്ഹിക്ക് ശേഷം മഗ്രിബിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ആർത്തവം ഉണ്ടായാൽ അതോടുകൂടി നോൻപ് അസാധുവാകും. നോൻപനുഷ്ഠിച്ച സ്ത്രീ സുബ്ഹിക്ക് ശേഷം മഗ്രിബിന്റെ മുമ്പ് പ്രസവിച്ചാൽ അല്ലെങ്കിൽ അവളിൽ നിന്ന് പ്രസവരക്തം പുറപ്പെട്ടാൽ അവളുടെ നോൻപ് അതോടുകൂടി ബാത്തിലാകും. വൽ അഖ്ലു, ബുദ്ധിയും, ബുദ്ധി ഉണ്ടായിരിക്കൽ നോൻപ് ശരിയാകാനുള്ള ഷർത്താണ്. ബുദ്ധിയില്ലാതെ നോൻപനുഷ്ഠിച്ചാൽ നോൻപ് ശരിയാവുകയില്ല. ജമീഅൻ നഹാരി, പകൽ മുഴുവൻ, അതായത് ഫജ്ർ സ്വാദിക്ക് വെളിവായത് മുതൽ സുബ്ഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയം മുഴുവൻ മുസ്ലിമായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം. ഇത് നോൻപ് ശരിയാകാനുള്ള ഷർത്താണ്. സുബ്ഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിൽ അല്പസമയമെങ്കിലും മുസ്ലിമല്ലാതിരുന്നാൽ, ശുദ്ധിയില്ലാതിരുന്നാൽ, അഥവാ ആർത്തവരക്തം പുറപ്പെടുകയോ പ്രസവരക്തം പുറപ്പെടുകയോ ചെയ്താൽ, അതുപോലെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ നോൻപ് ബാത്തിലാകും. അതിന്റെ വിശദീകരണം താഴെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി വ്യക്തമാക്കി പറയാം. വകൗനുൽ വഖതി ഖാബിലൻ ലിസ്സൗമി, സമയം നോൻപിനെ സ്വീകരിക്കുന്നതാകലും, നോൻപിനെ സ്വീകരിക്കുന്ന സമയത്തു തന്നെ നോൻപനുഷ്ഠിക്കണം. ഒരാൾ രാത്രി നോൻപനുഷ്ഠിച്ചാൽ ആ നോൻപ് ശരിയാവുകയില്ല, ആ നോൻപ് അള്ളാഹു സ്വീകരിക്കുകയില്ല. സുബ്ഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയം തന്നെ നോൻപനുഷ്ഠിക്കണം. എന്നാലേ നോൻപ് ശരിയാവുകയുള്ളൂ, ആ നോൻപേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ.
ഫലവിർത്തദ്ദ, അതിനാൽ ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് ഭ്രഷ്ടായാൽ, ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായാൽ, ഔ ജുന്ന, അല്ലെങ്കിൽ ഒരാൾ ഭ്രാന്തനായാൽ, ഔ ഹാലത്ത്, അല്ലെങ്കിൽ അവൾ ആർത്തവകാരിയായാൽ, ഔ നുഫിസത്ത്, അല്ലെങ്കിൽ അവൾ നിഫാസുകാരിയായാൽ, പ്രസവരക്തകാരിയായാൽ, ഫീ ലഹ്ലത്തിൻ മിനൻ നഹാരി, പകലിൽ നിന്നുള്ള ഒരു നിമിഷത്തിൽ, പകലിൽ നിന്നുള്ള ഒരു സെക്കൻഡിൽ കണ്ണ് ചിമ്മി തുറക്കാൻ എത്ര സമയം വേണോ അത്ര സമയം, ഒരു ഉദാഹരണം, അത്ര സമയം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ ബതല സ്വൗമു, നോൻപ് ബാത്തിലാകും, നോൻപ് അസാധുവാകും, നിഷ്ഫലമാകും. വലാ യബ്തുലു, അത് ബാത്തിലാവുകയില്ല, നോൻപ് അസാധുവാകുകയില്ല. ബിൽ ഇഗ്മായി, ബോധക്ഷയം കൊണ്ട്, മോഹാലസ്യം കൊണ്ട്, അബോധാവസ്ഥ കൊണ്ട്. ഒരാള് നോൻപ് നോറ്റു, സുബിഹിക്ക് ശേഷം, സുബിഹിയുടെ സമയമായതിനു ശേഷം മഗ്രിബിന്റെ മുൻപ് എപ്പോഴെങ്കിലും ബോധക്ഷയുണ്ടായി, ബോധം കെട്ടുപോയി, അതുകൊണ്ട് നോൻപ് ബാത്തിലാവുകയില്ല, നോൻപ് മുറിയുകയില്ല. ഇല്ലാ ഇദാ തഅദ്ദാ ബിഹി, അയാൾ അതുകൊണ്ട് അതിക്രമം ചെയ്താൽ ഒഴികെ. അയാളുടെ അതിക്രമം കൊണ്ടാണ് ബോധക്ഷയം ഉണ്ടായതെങ്കിൽ നോൻപ് മുറിയും, നോൻപ് ബാത്തിലാകും. അവിസ്തഗ്റഖ ജമീഅൻ നഹാരി, അല്ലെങ്കിൽ ബോധക്ഷയം പകൽ മുഴുവൻ ഉണ്ടായാലും ഒഴികെ. ഒരാൾക്ക് സുബ്ഹ് മുതൽ മഗ്രിബ് വരെ ബോധക്ഷമായിരുന്നു, മുഴുവൻ സമയം, ഒരു നിമിഷം പോലും ഒഴിവില്ല. സുബ്ഹ് മുതൽ മഗ്രിബ് വരെ പൂർണ്ണമായി ഒരു നിമിഷം പോലും ഒഴിവാകാതെ ഒരാൾക്ക് ബോധക്ഷയം, ബോധം കെട്ടു, അത്രയും ദീർഘമായ മണിക്കൂറുകൾ ബോധം കെട്ടു. എന്നാൽ അയാളുടെ നോൻപ് ശരിയാവില്ല. വലാ ബിന്നൗമി, ഉറക്കം കൊണ്ടും നോൻപ് ബാത്തിലാവുകയില്ല. വ ഇനിസ്തഗ്റഖ ജമീഅഹു, അത് പകൽ മുഴുവൻ ഉണ്ടായാലും ശരി. ഒരാള് സുബ്ഹ് മുതൽ മഗ്രിബ് വരെ മണിക്കൂറുകളോളം ഉറങ്ങി, ഒരു നിമിഷവും അയാൾ ഉണർന്നിട്ടില്ല. സുബ്ഹിന്റെ മുൻപ് നോൻപിനെ നിയ്യത്ത് ചെയ്തിട്ട് കിടന്നു. ഫജ്ർ സ്വാദിക്ക് വെളിവായപ്പോൾ അയാൾ ഉറങ്ങിയിട്ടുണ്ട്, സുബ്ഹ് ആയപ്പോൾ അയാൾ ഉറക്കത്തിലായിട്ടുണ്ട്. പിന്നെ അയാളെ ഉറക്കം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയാണ്. അങ്ങനെ നീണ്ടു പോയി സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് അയാൾ ഉണരുന്നത്. വളരെ അപൂർവമായിട്ട് എങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായി എന്ന് വെക്കുക, അങ്ങനെ ഉണ്ടാവൽ മുംകിനാണല്ലോ, സംഭവ്യമായ കാര്യമാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അത് അസംഭവ്യമല്ല, മുഹാലല്ല. അങ്ങനെ ഒരാൾക്ക് ഉണ്ടായി എന്ന് വെക്കുക. ഒരാള് സുബ്ഹ് മുതൽ മഗ്രിബ് വരെ ഉറങ്ങി, ഒരു നിമിഷം പോലും അയാൾ ഉണർന്നിട്ടില്ല. എന്നാൽ അയാളുടെ നോൻപ് ശരിയാകുമോ? ശരിയാകും. എന്നാൽ അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? മനഃപൂർവ്വം അങ്ങനെ ഉറങ്ങാൻ പറ്റുകയില്ല.
കാരണം അപ്പോൾ അയാൾക്ക് സുബ്ഹ് നിസ്കരിക്കാൻ പറ്റില്ല, ളുഹർ നിസ്കരിക്കാൻ പറ്റില്ല, അസ്ർ നിസ്കരിക്കാൻ പറ്റില്ല. ഈ 3 ഫർദ് നിസ്കാരങ്ങളും സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങാൻ പാടില്ല, അത് തെറ്റാണ്. എന്നാൽ അങ്ങനെ ഉറങ്ങി എന്നതുകൊണ്ട് അയാളുടെ നോൻപ് ശരിയാകാതിരിക്കുമോ? ഇല്ല, നോൻപ് ശരിയാകും. നോൻപിന്റെ പ്രതിഫലം കുറയും. ചില ആളുകളുണ്ടല്ലോ നോൻപിന്റെ പ്രയാസം അറിയാതിരിക്കാൻ വിശപ്പും ദാഹവും ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടാതിരിക്കാൻ, അത് അറിയാതിരിക്കാൻ നോൻപ് നോറ്റ് മണിക്കൂറുകളോളം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. സമയം പോവാൻ വേണ്ടി അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉറങ്ങൽ ഹറാമൊന്നുമല്ലെങ്കിലും അത് ചെയ്യരുത്. കാരണം നോൻപ് അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? വിശപ്പും ദാഹവും ക്ഷീണവും അറിയാൻ വേണ്ടി തന്നെയാണ്. അതറിഞ്ഞുകൊണ്ട് ആത്മസംസ്കരണം ലഭിക്കണം. അത് നോൻപിന്റെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് വിശപ്പും ദാഹവും പ്രയാസവും അറിയുക തന്നെയാണ് വേണ്ടത്. അതറിയാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കുകയല്ല വേണ്ടത്. എന്നാൽ അങ്ങനെ സ്വീകരിച്ചു എന്നതുകൊണ്ട് നോൻപ് ശരിയാവാതിരിക്കുകയില്ല. ഇന്നത്തെ പഠന ക്ലാസ് ഇവിടെ നിർത്തുന്നു. അല്ലാഹു തആല ഈ പഠന ക്ലാസ് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. നോൻപിന്റെ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് നോൻപ് അനുഷ്ഠിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് 2 ലോകത്തും വിജയം നൽകട്ടെ. നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.